ബ്ലാസ്റ്റ് ധന്യരമ്യ എന്നാണ് പടം കണ്ടത് എന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ടും കിടുപ്പടം. വേറെ ഏതെങ്കിലും തിയേറ്ററിൽ വരട്ടെ എന്ന് കരുതിയാണ് ഇതുവരെ കാണാതിരുന്നത്. ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻ്റ് ആണ്. നിറയെ ആളുകളുടെ ഓളത്തിലിരുന്ന് കാണേണ്ട ഒരു പടം. ആക്ഷൻ കിങ് അർജുൻ്റെ തകർപ്പൻ അടിപ്പടം എന്ന് നമുക്ക് പറയാം. ഈ സിനിമയുടെ ഡയറക്ടർ സുഭാഷ് കെ രാജാണ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ, അർജുൻ ചിദംബരം, അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ പടത്തിൽ. ഇതിൻ്റെ കഥ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഈ സിനിമയിലെ വില്ലന്മാരെയും അവരുമായിട്ട് അർജുൻ്റെ കുടുംബത്തിന് വരുന്ന കണക്ഷനും ഒക്കെ എഴുതിയിട്ടുള്ളത് നന്നായി വർക്കാവുന്ന രീതിയിലാണ്. അതേ രീതിയിൽ തന്നെയാണ് അത് എടുത്തു വെച്ചിട്ടുള്ളതും. ആദ്യത്തെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈ പടത്തിലേക്ക് ഇന്നാവും. അർജുൻ ഒരു കരാട്ടെ മാസ്റ്ററാണ്. അഭിരാമിയും പ്രീതി മുകുന്ദനും അർജുൻ്റെ ഭാര്യയും മകളുമായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അവർക്കൊക്കെ കരാട്ടെ അറിയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിൽ വളരെ കൃത്യതയോടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ കുടുംബമാണ് അവരുടെ. ദൃശ്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികളുമായി അവർ കണക്റ്റഡ് ആവുന്നു. പിന്നെ കുറേ സംഭവങ്ങൾ, കോർപ്പറേറ്റുകളും മധ്യവർഗ കുടുംബവുമായുള്ള ഏറ്റുമുട്ടൽ, മധ്യവർഗ കുടുംബത്തിൻ്റെ വിജയം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലെ ലോജിക്കിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം പോലും സിനിമ ആർക്കും കൊടുക്കുന്നില്ല. അത്രയും എൻഗേജിങ്ങും കൺവീൻസിങ്ങുമായിട്ടാണ് തിരക്കഥ എഴുതപ്പെട്ടിട്ടുള്ളത്. ഒരു സിനിമയുടെ നട്ടല് തിരക്കഥ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഈ സിനിമ ഉറപ്പിച്ചു പറയുന്നു. അഭിരാമി പഴയ രാജസേനൻ പടത്തിലെ പോലെ ഒന്നുമല്ല, അസാധ്യ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. പെർഫോമൻസ് പോലെ തന്നെയാണ് സിനിമയുടെ മ്യൂസിക് സൈഡും. ഓരോ സീനിനും നല്ല മ്യൂസിക് ഉണ്ട്. രവി ബസ്രൂറാണ് സംഗീതം. പക്ഷെ മൂപ്പര് സ്ഥിരം ചെയ്യണ പോലെ ചെവിതല കേൾപ്പിക്കാത്ത പെടപ്പിക്കലല്ല ഈ പടത്തിൽ. നീറ്റ് ആൻഡ് കൂൾ മ്യൂസിക്. പിന്നെ വിഷ്വൽസ് നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അരുൺ രാധാകൃഷ്ണനാണ് ഛായാഗ്രഹണം. പുള്ളിക്ക് പണി അറിയാം. ഫൈറ്റ് ഒരു രക്ഷയില്ല. ഇവരൊക്കെ കരാട്ടക്കാരായതുകൊണ്ട് തന്നെ ആ സാധനം പിടിച്ചു വേണമല്ലോ ഫൈറ്റ് ചെയ്യാൻ. അതിനിടയ്ക്ക് കണ്ടംകളി കളിക്കാൻ പറ്റില്ലല്ലോ. ഫൈറ്റിലൊക്കെ ത്രൂ ഔട്ട് അവരുടെ പ്രൊഫഷൻ ബേസ് ചെയ്തിട്ട് തന്നെ പിടിച്ചു പോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ ആ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. നല്ല പണിയെടുത്തിട്ടുണ്ട് ഓരോ ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ. ഇപ്പം അടുത്തിറങ്ങിയ ആക്ഷൻ പടം കാട്ടാളൻ, ഞാൻ പറഞ്ഞിരുന്നു ഫൈറ്റ് വർക്കാവണില്ല എന്ന്. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒന്നും അടിയും റിയാക്ഷനും ഇല്ല. പക്ഷേ ഈ പടത്തിൽ അങ്ങനെയല്ല. എപ്പോൾ അടിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണോ അപ്പോൾ അടിക്കും. ആദ്യം മുതൽ അവസാനം വരെയും അർജുൻ അടിപൊളിയാണ്. സൂപ്പർ പെർഫോമൻസ് ആണ്. ആകെ മൊത്തം ടോട്ടൽ ബ്ലാസ്റ്റ് ഒരു പൊട്ടിത്തെറി തന്നെയാണ്. ഒരു തിയേറ്റർ വാച്ച് സ്റ്റഫ്.